അറിവമ്മ മനസ്സിനെ അധീനതയിൽ നിർത്തുവാനുള്ള വിദ്യയാണ് ശരിയായ വിദ്യ. അതാണ് ആധ്യാത്മിക വിദ്യ. ആദ്യം ഈ വിദ്യ അഭ്യസിച്ചാൽ മാത്രമേ നമ്മൾ നേടിയിട്ടുള്ള മറ്റ് വിദ്യകളെ ശരിയായ രീതിയിൽ പ്രയോഗിക്കുവാൻ കഴിയൂ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ പാഹി വൃഷ്ണിവംശമരന്തമേ. തിരുവനന്തപുരം ജില്ലയിൽ മഹാവിഷ്ണുവിന്റെ തേജസ്സിനാൽ അനുഗ്രഹിക്കപ്പെട്ട് വൈകുണ്ഠതുല്യം പ്രശോഭിക്കുന്ന പുണ്യഭൂമിയാണ് ഗോവിന്ദമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗോവിന്ദമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ശാന്തസ്വരൂപനായ ശ്രീ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പതിമൂന്നാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ശ്രീകോവിൽ വൃത്താകൃതിയിലാണ്. തെക്കൻ തിരുവിതാംകൂറിലെ ഏറ്റവും പഴമയേറിയ ക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം നാടിന് നന്മയും ഐശ്വര്യവും അഭിവൃദ്ധിയും പ്രദാനം ചെയ്തുകൊണ്ട് പടിഞ്ഞാറ് ദർശനമായി നിലകൊള്ളും. ഗോവിന്ദമംഗലം എന്നറിയപ്പെടുന്ന ഈ പ്രദേശം അതിമനോഹരമായ ഒരു ആത്മീയ കേന്ദ്രം കൂടിയാണ്. ഉപദേവതമാരായി ഗണപതി, ശിവൻ, അയ്യപ്പൻ, നാഗരാജാവ് എന്നിവരെ പ്രധാന ശ്രീകോവിലിനടുത്തായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ വെടിവഴിപാട് പതിവില്ല എന്ന സവിശേഷതയുമുണ്ട്. ക്ഷേത്രത്തിലെ ആണ്ടുതോറുമുള്ള മേടവിഷു മഹോത്സവം ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ്. ഉത്സവത്തോടനുബന്ധിച്ച് വിഷുക്കണി ദർശനം, എഴുന്നള്ളത്ത്, നഗരപ്രദക്ഷിണം, കലാസാംസ്കാരിക പരിപാടികൾ, അന്നദാനം എന്നിവ അനേകം ഭക്തരെ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുന്നു. ക്ഷേത്രത്തിൽ ഭക്തിമാർഗത്തിന് പ്രാധാന്യം നൽകുന്ന ആണ്ടുതോറുമുള്ള ഭാഗവത സപ്താഹയജ്ഞം നടത്തിവരാറുണ്ട്. ദുരിതങ്ങളുടെ പരിഹാരത്തിനും മനഃശാന്തിക്കും ഈശ്വരകൃപയ്ക്കുമായാണ് ഇത് നടത്തിവരാറുള്ളത്. 7 ദിവസത്തെ പാരായണവും പ്രഭാഷണവും അവസാന നിമിഷം അവഭൃത സ്നാനത്തിനു ശേഷം സമർപ്പണ പൂജയോടെ പൂർത്തിയാകുന്നു. പുണ്യദിനമായ അഷ്ടമി രോഹിണി, ശ്രീകൃഷ്ണ ജയന്തി, ജന്മാഷ്ടമി, കുചേലദിനം, കുംഭമാസത്തിലെ പൂന്താനം ദിനം എന്നിവയും ക്ഷേത്രത്തിൽ ആചരിച്ചു പോകുന്നു. ഭക്തചിത്തവിഹായ രംഗേ നൃത്തമാടിയ താരമേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ. ഗോവിന്ദമംഗലം ശ്രീ മഹാക്ഷേത്രത്തിലെ നിർമ്മാല്യ ദർശനം മനസ്സിന് ശാന്തി നൽകുന്നു. വൃഷ്ണിവംശമരന്തമേ, വൃഷ്ണിവംശമരന്തമേ. സുന്ദരകാന്ഡം
സുന്ദരരൂപേ ഹനുമാന നീ കണ്ടായല്ലി, നിന്നിലും എന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ, തന്നുള്ളിൽ അഭേദമായുള്ളൊരു ഭക്തിനാഥേ. ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെയൊഴിച്ചൊന്നിലും ഒരു നേരം ആശയുമില്ലയല്ലോ. ഇവിടെ ശ്രീരാമ തത്വത്തെ, സീതാ തത്വത്തെ ഉപദേശിക്കാൻ ശ്രീരാമൻ സീതയോട് പറയുന്ന ഭാഗത്ത് വേദാന്ത ശ്രവണത്തിന് അഥവാ വേദാന്ത തത്വവിജ്ഞാനത്തിന് എന്താണ് യോഗ്യത നൽകുന്നത്, ഈ വിഷയമാണ് ഏറ്റവും ശ്രദ്ധേയമായി സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വേദാന്ത ശ്രവണം, പരമമായ സത്യവിചാരം അഥവാ സത്യസാക്ഷാത്കാരം, ആരാണ് അതിന് അധികാരിയായി തീരുന്നത്? വേദാന്ത വിചാരത്തിന് അധികാരം നൽകുന്നത് എന്ത്? ഈ വിഷയമാണ് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഹനുമാനെ നീ കണ്ടില്ലേ? എപ്പോഴും നിന്നിലും എന്നിലും ഭക്തി നിറഞ്ഞിരിക്കുന്നവനാണ് ഹനുമാൻ. അപ്പം ആദ്യം തന്നെ ശ്രീരാമൻ ഹനുമാനിലെ ഭക്തിഭാവത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വേദാന്ത തത്വബോധത്തിന് ഏറ്റവും പ്രാഥമികമായി നമ്മിൽ വേണ്ടത് ഭക്തിയാണ്. ഉപനിഷത്ത് പ്രഖ്യാപിക്കും, യസ്യ ദേവേ പരാഭക്തി യഥാ ദേവേ തഥാ ഗുരൗ തസ്യൈതേ കഥിതാ ഹി അർത്ഥാ പ്രകാശന്തേ. ആർക്കാണോ ഈശ്വരനിൽ, ഗുരുനാഥനിൽ ഉറച്ച ഭക്തിയുള്ളത്, അയാൾക്കാണ് ഈ ഉപനിഷത്ത് പ്രതിപാദിതമായ തത്വങ്ങൾ പ്രകാശിക്കുന്നത്. ഈ വാക്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. താത്പര്യം, പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പ്രാഥമിക തലത്തിൽ ശാസ്ത്ര സ്വാധ്യായം ചെയ്യുന്നവർക്ക് വലിയൊരു സംശയം ഉള്ളിലുള്ളത്, ഭക്തിയൊന്ന് വേറെയാണ്, ജ്ഞാനമൊന്ന് വേറെയാണ്. ഇവ ഭിന്ന മാർഗങ്ങളാണ്. ഭക്തി എന്ന് പറയുമ്പോൾ എന്തോ അത് വൈകാരികം മാത്രമാണ്, ജ്ഞാനമെന്ന് പറയുമ്പോൾ അത് വൈചാരികം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവ തീർത്തും ഭിന്നങ്ങളാണ് എന്നൊരു മിഥ്യാധാരണ എങ്ങനെയൊക്കെയോ നമ്മുടെ സമൂഹത്തിലുണ്ട്. വളരെ ശ്രദ്ധേയമായിട്ടുള്ളത്, പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞ് ഇയാൾക്കുള്ളിൽ മറ്റൊരാശയുമില്ല എന്നാണ്. തീർത്തും നിഷ്കാമഭാവത്തിൽ അത്യുത്തമ കർമ്മയോഗത്തിൻ്റെ ഉദാത്ത മാതൃകയായി, തികഞ്ഞ ഭക്തിയുടെ പരമമായ മാതൃകയായി നമ്മുടെ മുമ്പിൽ രാമായണത്തിലൂടെ, എല്ലാ രാമായണങ്ങളിലൂടെയും ഹനുമാൻ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഹനുമാൻ വീര്യവാനാണ്, ശത്രുദമനനാണ്, സർവ ആയോധന കലകളിലും അദ്വിതീയനാണ്, ഭാഷാശാസ്ത്രജ്ഞനാണ്. ഹനുമാൻ ഇല്ലാത്ത ഒന്നുമില്ല. എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു മൂർത്തിയായിട്ടാണ് ഹനുമാൻ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കപ്പെട്ടിട്ടുള്ളത്. അത് വാൽമീകി മഹർഷിയാലായാലും വ്യാസഭഗവാനായാലും ആരായാലും. എന്നാൽ അപ്രകാരമൊക്കെയുള്ള ഹനുമാനെ സംബന്ധിച്ച് ഇവിടെ വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ആന്തരികമായി പരമാത്മജ്ഞാനത്തിനുള്ള ഇച്ഛയല്ലാതെ മറ്റൊന്നും ഹനുമാനിലില്ല. അപ്പോൾ വേദാന്ത ശ്രവണത്തിന് അധികാരം നൽകുന്ന അടുത്ത ഘടകം അഥവാ അടുത്ത് പരിഗണിക്കപ്പെടേണ്ടത് അനന്യശ്രദ്ധയാണ്. മറ്റൊന്നിലും മനസ്സ് വ്യാകുലപ്പെടാതെ, മറ്റൊന്നിൻ്റെ പിന്നാലെയും മനസ്സ് പോകാതെ, കേവലം തത്വജ്ഞാനം മാത്രം ഇച്ഛിക്കുന്ന ആ ഒരു ദൃഢമായ ഏകീകൃതമായ ജിജ്ഞാസ. ഇതാണ് ഹനുമാൻ്റെ ആന്തരികമായ ഭാവം. ഇതാണ് ഒരു വേദാന്ത തത്വ ജിജ്ഞാസുവിന് അഥവാ വേദാന്ത പഠനത്തിലേക്ക് പ്രവേശിക്കേണ്ടുന്നവന് വേണ്ടത്. ഏകാഗ്രമായ ഏകതത്വത്തിൽ ഉറച്ച ആ ഒരു ജിജ്ഞാസ. അതുകൊണ്ട് പരമാത്മജ്ഞാനം മാത്രമാണ് ഇവൻ ഇച്ഛിക്കുന്നത്, വേറൊന്നും ഇവൻ ഇച്ഛിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിർമ്മല ജ്ഞാനത്തിന്, ആത്മജ്ഞാനത്തിന് ഇയാൾ പാത്രമാണ്. ഒന്ന്, ശുദ്ധഭക്തിയുള്ളതുകൊണ്ട്. രണ്ട്, മറ്റൊന്നിലും ആന്തരികമായി ഇച്ഛയില്ലാത്തതുകൊണ്ട്. മറ്റൊന്നിലും ആന്തരികമായി ഇച്ഛയില്ലാത്ത എന്നുള്ളതിലൂടെ വിവേകവും വൈരാഗ്യവും സുദൃഢമായ ആന്തരിക ഭാവത്തെ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. അപ്പോൾ ഭക്തിയും വിവേക വൈരാഗ്യങ്ങളും
തികഞ്ഞ ഭാവമാണ് ഹനുമാനിൽ എന്നതുകൊണ്ട് നിർമ്മലമായ ആത്മജ്ഞാനത്തിന് ഇയാൾ പാത്രമാണ് എന്ന് മാത്രമല്ല, നിത്യബ്രഹ്മചാരിയാണ്. ബ്രഹ്മചാരി എന്ന് പറയുമ്പോൾ ആത്യന്തികമായ അർത്ഥത്തിൽ ബ്രഹ്മത്തിൽ അഭിന്നമായി ചരിക്കുന്നവൻ എന്നാണ് അർത്ഥം. ബ്രഹ്മണി നിതരാം തിഷ്ഠതി, അഭിന്നവൃത്തനായി കേവലം ബ്രഹ്മാത്മബോധത്തിൽ കഴിയുന്ന ആളാണ് പാരമാർത്ഥിക തലത്തിൽ ബ്രഹ്മചാരി. പക്ഷേ ഉപദേശിക്കപ്പെടേണ്ടുന്നവൻ എന്നർത്ഥം പറയുന്ന ഭാഗമായതുകൊണ്ട് അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ലക്ഷ്യത്വേന കേവലം ബ്രഹ്മത്തെ മാത്രം, ബ്രഹ്മജ്ഞാനം മാത്രം ലക്ഷ്യമായി കണ്ട് ചരിക്കുന്നവനാണ്. അതിനനുസൃതമായി ശാസ്ത്രവിചാരം ചെയ്യുന്ന ആളാണ്. അതിനനുസൃതമായി ഇന്ദ്രിയ നിഗ്രഹം നല്ലതുപോലെ സ്വാധീനമാക്കിയിട്ടുള്ള ആളാണ്. ഇങ്ങനെ എന്തുകൊണ്ടും ശാസ്ത്രജ്ഞാനത്തിന് യോഗ്യനാണ് ഹനുമാൻ എന്ന് പറയുന്നതിലൂടെ എന്തൊക്കെയാണ് നമുക്ക് ശാസ്ത്രജ്ഞാനാധികാരം നൽകുന്നതെന്ന് സൂചിപ്പിക്കപ്പെടുന്നു ഇവിടെ. അത് വളരെ ശ്രദ്ധേയമാണ്. ഇന്നത്തെ ഈ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് സാക്ഷാൽ മഹാദേവന്റെ പാതിമെയ്യും ശരീരവുമായി വർത്തിക്കുന്ന ആ ജഗത് ജനനിയായിട്ടുള്ള ശ്രീപാർവതി ദേവിയെക്കുറിച്ചാണ്. ഭാരതീയ സങ്കല്പപ്രകാരം പുരുഷൻ, പ്രകൃതി എന്ന രണ്ട് ചൈതന്യങ്ങളെക്കുറിച്ച് മഹാത്മാക്കൾ പറയാറുണ്ട്. പുരുഷ ചൈതന്യമായിട്ട് മഹാദേവനെയും പ്രകൃതിയായിട്ട് അമ്മയെയുമാണ് ചിത്രീകരിക്കാനുള്ളത്. അങ്ങനെയുള്ള പ്രപഞ്ചശക്തിയായിട്ടുള്ള ആ ശ്രീപാർവതി ദേവി ആരാണ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അമ്മയുടെ നിരവധിയായിട്ടുള്ള അവതാരങ്ങൾ ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയുന്നതും അറിയാത്തതുമായിട്ട് എത്രയോ അവതാരങ്ങൾ ദേവി കാലാകാലങ്ങളിൽ കൈക്കൊണ്ടിട്ടുണ്ട്. അതിൽ പ്രപഞ്ചമാതാവായി അമ്മ ആദ്യം അവതരിക്കുന്നത് സതീദേവിയായിട്ടാണ്. മഹാദേവന്റെ ഭാര്യയായിട്ടുള്ള സതി, ദക്ഷന്റെ പുത്രിയായിട്ടുള്ള സതി. ദക്ഷന്റെ യാഗത്തിലേക്ക് സതീദേവി ക്ഷണിക്കപ്പെടാതെ യാത്ര ചെയ്യുന്നതും ദക്ഷൻ അപമാനിക്കുന്നതും ദക്ഷന്റെ യാഗശാലയിലെ അഗ്നിയിൽ അമ്മ ദേഹം ഉപേക്ഷിക്കുന്നതുമെല്ലാം ദക്ഷയാഗം കഥയിലൂടെ നാം കേട്ട് കാണും. അങ്ങനെ സതിയുടെ വിരഹം ശിവനുണ്ടാകുന്നു. ഈ സതിയുടെ വിരഹ സമയത്താണ് ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഒരു അസുരൻ, താരകാസുരൻ, ബ്രഹ്മദേവനെ തപസ് ചെയ്യുന്നത്. ശിവൻ സതിയെ ഇല്ലാതെ വിരഹനായി സഞ്ചരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ താരകൻ ശിവന്റെ മകന് മാത്രമേ എന്നെ വധിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള വരം വാങ്ങുന്നു. സാക്ഷാൽ മഹാദേവൻ ഒരു ദാമ്പത്യം വേണ്ടെന്ന് വെച്ച് തപസ് അനുഷ്ഠിക്കുന്ന സമയമാണ് എന്ന് പ്രത്യേകം ഓർക്കണം. അവിടെയാണ് ജഗദംബിക വീണ്ടും അവതരിക്കുന്നത്. ഹിമവാന്റെയും മൈനവതിയുടെയും പുത്രിയായിട്ട്, ഹൈമവതിയായിട്ട് ശ്രീപാർവതീ ദേവിയായിരിക്കുന്ന, മുജ്ജന്മത്തിൽ സതീദേവി തന്നെ ആയിരിക്കുന്ന ആ ജഗദംബിക അവതരിക്കുന്നു. അമ്മ കുഞ്ഞുനാൾ മുതൽ തന്നെ വളരെയധികം ശിവഭക്തയായിരുന്നു. സദാസമയവും പഞ്ചാക്ഷരം ചൊല്ലുക, മഹാദേവനെ ഭർത്താവായിട്ട് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുക, അതിനു വേണ്ടിയിട്ട് അതികഠിനമായിട്ടുള്ള വ്രതങ്ങൾ എടുക്കുക, ഇതെല്ലാം തന്നെ അമ്മ ശീലിച്ചിരുന്നു. അമ്മയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പേരുകളിൽ ഒന്നാണ് ഉമ എന്നുള്ളത്. കാരണം അമ്മ നിരവധിയായിട്ടുള്ള സമയങ്ങളിൽ തപസ്സിനായിട്ട് പോകുമായിരുന്നു. ആ തപസ്സിൻ്റെയൊക്കെ തന്നെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് തൻ്റെ തന്നെ ചൈതന്യമായിട്ടുള്ള ആ മഹാദേവനിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ്. അങ്ങനെ ഓരോ തവണയും അമ്മ തപസ്സിന് പോകുമ്പോഴൊക്കെ തന്നെ മാതാപിതാക്കൾക്ക് ഭീതി ഉണ്ടായിരുന്നു. ഇനി കൊട്ടാരത്തിൻ്റെ ഒരു തരത്തിലുള്ള സുഖസൗകര്യങ്ങളും എനിക്ക് വേണ്ട, ഞാൻ എൻ്റെ മഹാദേവനെ ഭർത്താവായിട്ട് കിട്ടാനായി ഇതാ വലിയൊരു തപസ്സിലേക്ക് കടക്കുകയാണ് എന്ന് പറഞ്ഞ് അമ്മ യാത്ര ചെയ്യുന്ന സമയത്താണ് മാതാവായിട്ടുള്ള മൈനവതി തപസ്സിന് പോകരുത് എന്നുള്ള ശബ്ദത്തിന് അർത്ഥം വരുന്ന ഉമേ എന്ന പേര് അമ്മയെ വിളിക്കുന്നത്. അമ്മ അതികഠിനമായിട്ടുള്ള തപസ് ചെയ്യുന്നു. വെറും ഇലകൾ മാത്രം ഭക്ഷിച്ച് ആണത്രേ അമ്മ ആദ്യകാലത്ത് തപസ് തുടങ്ങിയത്. അതുകൊണ്ട് അമ്മയ്ക്ക് അപർണ എന്ന പേര് കൂടി വന്നു എന്ന് പറയാറുണ്ട്. അമ്മയുടെ ആ തീവ്ര തപസ്സിന് ഒരു അവസാനം കാണുന്നത് ഭഗവാൻ മഹാദേവൻ തന്നെ സ്വയം അമ്മയെ പരീക്ഷിക്കാനായി വരുന്ന സമയത്താണ്. മഹാദേവന്റെ ഓരോ ചോദ്യങ്ങൾക്കും സഭ്യമായി മാന്യമായി അമ്മ മറുപടി കൊടുക്കുന്നു. ആരാണ് ശിവൻ എന്ന് ഞാൻ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന കൃത്യമായിട്ടുള്ള മറുപടികളാണ് ശ്രീപാർവതി ദേവിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. അങ്ങനെ ഭഗവാനിലേക്കുള്ള ആ യാത്ര, അമ്മയുടെ യാത്ര അവിടെ അവസാനിക്കുന്നു. ശിവപാർവതി സ്വയംവരം നടക്കുന്നു. അവിടെ വെച്ചാണ് ഭഗവാൻ മുരുകൻ്റെ ജനനം നടക്കുന്നതും ശിവന്റെ പുത്രനായിട്ടുള്ള മുരുകൻ താരകനെ വധിക്കുകയും ചെയ്യുന്നത്. പ്രപഞ്ച ജനനിയായിട്ടുള്ള അമ്മ എല്ലാ കാലത്തും അമ്മയുടെ പ്രധാനപ്പെട്ട കർത്തവ്യമായിട്ട് കരുതുന്നത് തൻ്റെ സന്താനങ്ങളുടെ ക്ഷേമമാണ്. ലോകം മുഴുവൻ
താരകൻ എന്ന് പറയുന്ന ഒരു അസുരൻ്റെ ക്രൂരഭരണത്തിൽ പെട്ടപ്പോൾ സ്വന്തം അമ്മയ്ക്ക് എങ്ങനെയാണ് സാധിക്കുക തൻ്റെ മക്കൾ വിഷമത്തോട് കഴിയുന്നത് കാണാൻ? അതിന് എന്ത് അവതാരമാണോ ഓരോ സമയത്തും എടുക്കേണ്ടത് അത് യഥാസമയത്ത് എടുത്ത് തൻ്റെ മക്കളുടെ ക്ഷേമത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ആ ജഗത് ജനനിയായിട്ടുള്ള അമ്മയെ നമുക്ക് സാഷ്ടാംഗം നമസ്കരിക്കാം. അമ്മ ലോകത്തിൻ്റെ മുഴുവൻ മാതാവാണ് എന്ന് ഞാൻ പറഞ്ഞു. അമ്മ പ്രകൃതിയാണ്. ആ പ്രകൃതിയെ മാനിക്കുക, ആ പ്രകൃതിയോടൊപ്പം നിൽക്കുക, ആ പ്രകൃതിയുടെ ക്ഷേമത്തിന് വേണ്ടി നമ്മളാൽ ചെയ്യാൻ കഴിയുന്നത് എന്തും ചെയ്യുക എന്നുള്ളത് സാക്ഷാൽ ശ്രീപാർവതി ആരാധന തന്നെയാണ് എന്ന് ഈ കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കണം. നമുക്ക് ചുറ്റും കാണുന്നതെല്ലാം പ്രകൃതിയാണ്. നമുക്ക് ചുറ്റും മുഴുവനുള്ളത് നമ്മുടെ അമ്മ തന്നെയാണ്. ആ പ്രപഞ്ചമാതാവായിട്ടുള്ള ശ്രീപാർവതി ദേവിയുടെ ആ ചൈതന്യം, മഹാദേവന്റെ ശക്തിയായിരിക്കുന്നത് അമ്മയാണ് എന്നൊരു വിശ്വാസമുണ്ട്. ശിവനും ശക്തിയും വേർപിരിഞ്ഞവരല്ല, നിരന്തരം ഒരുമിച്ചിരിക്കുന്നവരാണ് എന്നുള്ള വിശ്വാസമുണ്ട്. മൂലാധാരത്തിലിരിക്കുന്ന നമ്മുടെ കുണ്ടലിനി ശക്തി ശ്രീപാർവതിയാണ് എന്നുള്ള വിശ്വാസമുണ്ട്. ആ അമ്മയുടെ ഈ ചക്രങ്ങളിലൂടെയുള്ള യാത്ര അവസാനം സഹസ്രാരത്തിലിരിക്കുന്ന പരമശിവനുമായിട്ടുള്ള സമ്മേളനം, അതാണ് മോക്ഷം എന്ന് മഹാത്മാക്കൾ പറയാറുണ്ട്. അപ്പോൾ പാർവതീ ദേവിയെ ഉപാസിക്കുന്നവർക്ക്, ശക്തിയെ ഉപാസിക്കുന്നവർക്ക്, ശാക്തേയർക്ക് ആത്യന്തികമായിട്ട് അമ്മ കൊടുക്കുന്നത് ബലമാണ്, ശക്തിയാണ്. അത് വെറും കായികമായിട്ടുള്ള ശക്തി മാത്രമല്ല എന്ന് മനസ്സിലാക്കുക. ഇന്ന് എത്ര മനുഷ്യരാണ് മനസ്സിൻ്റെ വിഷമത മൂലം സ്വന്തം ജീവൻ ഉപേക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നത്? ശ്രീപാർവതിയെ ദേവിയെ ആരാധിക്കുന്ന ഓരോ മനുഷ്യനും മനസ്സിനും ശരീരത്തിനും ഒരുപോലെ അമ്മ ബലം നൽകുന്നു. എങ്ങനെയാണോ ഒരു മാതാവ് നിരന്തരം തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത്, അതുപോലെ ഓരോ ആപത്തുകളിൽ നിന്നും ഓരോ പ്രയാസങ്ങളിൽ നിന്നും നമ്മളാകുന്ന അമ്മയുടെ മക്കളെ അമ്മ കാത്തുകൊണ്ടേയിരിക്കും. ഇതേ ശ്രീപാർവതി തന്നെയാണ് അമ്മയുടെ പല രൂപങ്ങളിൽ നമുക്കിടയിൽ പ്രസിദ്ധമായിട്ടുള്ളത്. ദുർഗ എന്ന പേരിലും മഹാകാളി എന്ന പേരിലും ചണ്ഡിക എന്നുള്ള പേരിലും നിരവധിയായിട്ടുള്ള പേരുകളിൽ അമ്മ നമുക്ക് ചുറ്റും ഓരോ ചൈതന്യങ്ങളായി വർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ആത്യന്തികമായി ഇവരിൽ എല്ലാവരിലുമുള്ളത് ആ ജഗത് ജനനിയായിട്ടുള്ള ആദിപരാശക്തിയായിട്ടുള്ള ഭഗവതിയുടെ ചൈതന്യം തന്നെയാണ്. അതുകൊണ്ട് മഹാദേവനിലേക്കുള്ള വഴിയാണ് ശ്രീപാർവതി എന്ന് മഹാത്മാക്കൾ പറയാറുണ്ട്. നിങ്ങൾക്ക് ശിവനെ നേടണമെങ്കിൽ ശക്തിയെ ഉപാസിക്കുക എന്നുള്ളതാണ് വിധി. അതുകൊണ്ട് തന്നെ ആ മഹാദേവനാകുന്ന നമ്മുടെയൊക്കെ പ്രപഞ്ച പിതാവിലേക്കുള്ള ആത്യന്തികമായിട്ടുള്ള യാത്ര, ആ യാത്രയിൽ നമുക്ക് ബലമായിരിക്കേണ്ടത്, നമുക്ക് ശക്തിയായിരിക്കേണ്ടത് പ്രപഞ്ചമാതാവായിട്ടുള്ള ഈ ശ്രീപാർവതി ദേവി തന്നെയാണ് എന്ന ഉറച്ച വിശ്വാസം ഓരോ സാധകരിലും ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ധീരന്മാരെ രക്ഷിക്കണേ! ധീരന്മാരെ രക്ഷിക്കണേ! ഞാൻ നടത്താനിരിക്കുന്ന അഗ്നിഹോത്രയാഗം മുടങ്ങാതെ നിങ്ങൾ രക്ഷിക്കണം. അറിഞ്ഞാലും മുനി വരിക, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അഗ്നി ജ്വലിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന അരണിയും കടക്കോലും എങ്ങനെയോ ഒരു മാൻകൊമ്പുകൾക്കിടയിൽ കുരുങ്ങി. അത് അതിവേഗത്തിൽ ഓടി. ഞാൻ കുറേ നേരം പിന്തുടരുന്നു, എന്നാൽ അതിനെ ഇപ്പോൾ കാണാനില്ല. അഗ്നിഹോത്രയാഗം മുടങ്ങിയാലുള്ള അനർത്ഥങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. രക്ഷിക്കണം, ആകെ ഭയമാകുന്നു. മഹാമുനെ, അങ്ങ് വിഷമിക്കാതിരിക്കുക, വഴിയുണ്ടാക്കാം. എന്റെ ഈ അനുജന്മാർ എന്തിലും സമർത്ഥരാണ്. അങ്ങിവിടെ വിശ്രമിച്ചാലും ഞങ്ങൾ അന്വേഷിച്ചു വരാം. ജ്യേഷ്ഠ, കുറേയേറെ നേരമായി മാനിനെ അന്വേഷിച്ച് നടക്കുന്നു. ഇതുവരെ കണ്ടെത്താനായില്ല. വരൂ ജ്യേഷ്ഠ, നമുക്ക് അന്വേഷിക്കാം. മാനിനെ കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. അനുജന്മാരെ, നമുക്ക് വല്ലാത്ത വിശപ്പും ദാഹവും. ഇനി ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ ശരീരമാകെ തളരുന്നു. ഒരല്പം ജലം ലഭിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിച്ചു വരൂ. ജ്യേഷ്ഠ,
കിളികളുടെ ശബ്ദം കേൾക്കാം. മന്ദമാരുതന് തണുപ്പിന്റെ അംശവും. അടുത്തെവിടെയോ ഒരു ജലാശയം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പോയി എല്ലാവർക്കുമുള്ള ജലം ശേഖരിച്ചു കൊണ്ടുവരാം. എന്നെ അതിനായി അനുവദിച്ചാലും. എങ്കിൽ സഹദേവൻ പോയി വരട്ടെ. അതാ മാനിന്റെ കാൽപ്പാടുകൾ. നമുക്കിത് പിന്തുടരാം. ഇതാ ഒരു തടാകം. ഈ തടാകത്തിൽ യഥേഷ്ടം ജലമുണ്ടല്ലോ. ഈ ഇലയിൽ നിറയെ ജലം നിറയ്ക്കാം. അരുത്, ഈ ജലം എന്റെ പൂർവിക സ്വത്താണ്. എന്റെ അനുവാദമില്ലാതെ ജലപാനം നടത്തിയാൽ മരിച്ചു വീഴുന്നതാണ്. നീ ആരാണ്? ഈ ജലാശയത്തിൽ നിന്ന് ജലമെടുക്കുന്നതിന് എന്തിനാണ് നിന്റെ ഔദാര്യം? നകുല, സഹദേവ, നിങ്ങൾ എവിടെയാണ്? നകുല, സഹദേവ, നകുല, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? അല്പം ജലം കളിക്കാം. അർജുന, നകുല, സഹദേവ, നിങ്ങൾ എവിടെയാണ്? അർജുന, സഹദേവ, അർജുന, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? ഇവർ ജലം കുടിച്ചില്ലേ? അല്പം ജലം കുടിക്കാം. അർജുന, ഭീമ, സഹദേവ, നകുല, വനത്തിൽ ജലമെടുക്കാൻ വന്ന നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? അത്യന്തം ബലവാന്മാരായ ഇവരെ എതിർക്കുവാൻ യമനല്ലാതെ മറ്റാർക്ക് കഴിയും? അഹങ്കാരികൾ, എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ ജലപാനം നടത്തിയതിന്റെ ശിക്ഷയാണിത്. മറഞ്ഞിരിക്കുന്ന അങ്ങ് ആരാണ്? അതറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട്. നാം ഈ തടാകത്തിന്റെ അധിപനാണ്. എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയതിനു ശേഷം ജലപാനം നടത്തിക്കൊള്ളൂ. ഇല്ലെങ്കിൽ നിന്റെ മരണം സുനിശ്ചിതം. എന്റെ ബുദ്ധിക്ക് അനുസൃതമായി ഞാൻ ഉത്തരം നൽകാം. ചോദിച്ചുകൊള്ളൂ. ആദിത്യനെ വഹിക്കുന്നതെന്ത്? അവനോടൊപ്പം സഞ്ചരിക്കുന്നതും ആരാണ്? ആദിത്യനെ വഹിക്കുന്നത് ബ്രഹ്മമാണ്. ദേവന്മാരാണ് അവന്റെ അനുചാരികൾ. കൃഷിക്കാർക്ക് ശ്രേഷ്ഠമായ എന്താണ്? അവർക്ക് പ്രാധാന്യമുള്ളതും എന്താണ്? കൃഷിക്കാർക്ക് ശ്രേഷ്ഠം മഴയാണ്. അവർക്ക് പ്രാധാന്യം വിത്തുമാണ്. ഭൂമിയേക്കാൾ ഭാരമുള്ളത് ആർക്കാണ്? വായുവിനേക്കാൾ വേഗതയുള്ളതും ആർക്കാണ്? ആകാശത്തെക്കാൾ ഉയരമുള്ളതും ആർക്കാണ്? ഭൂമിയേക്കാൾ ഭാരമേറിയത് മാതാവിനാണ്. ആകാശത്തേക്കാൾ ഉയരമേറിയത് പിതാവിനും. വായുവിനേക്കാൾ വേഗതയേറിയത് മനസ്സിനുമാണ്. എല്ലാ വിധത്തിലും ഒരു ഉത്തമ പുരുഷനാരാണ്? യാതൊരുവനാണോ പ്രിയം അപ്രിയം, സുഖം ദുഃഖം, വരാനിരിക്കുന്നതിനെയും കഴിഞ്ഞുപോയതിനെയും സമമായി കാണുന്നത്, അവനാണ് എല്ലാവിധത്തിലും ഉത്തമനായ പുരുഷൻ. താങ്കൾ സർവ്വതിനെയും കുറിച്ച് നല്ല വ്യാഖ്യാനം നൽകി. ആയതിനാൽ
ആവശ്യം പോലെ ജലം ശേഖരിക്കാം. പിന്നെ നിന്റെ സഹോദരന്മാരിൽ ഒരാൾ ജീവിക്കട്ടെ. പറയൂ, നിനക്ക് ആരെയാണ് വേണ്ടത്? ഇവരെല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. എങ്കിലും മാതൃമാതാവിന്റെ സീമന്തപുത്രൻ നകുലൻ ജീവിക്കട്ടെ. ഭീമൻ നിനക്ക് പ്രിയപ്പെട്ടവൻ, അർജുനൻ നിങ്ങൾക്കെല്ലാവർക്കും ആശ്രയവും. പിന്നെ എന്തിനാണ് രണ്ടാനമ്മയുടെ മകനായ നകുലനെ ജീവിപ്പിക്കണമെന്ന് പറയുന്നത്? ഓരോ അമ്മമാരുടെയും ഓരോ മക്കൾ വീതം ജീവിക്കണം. അതാണ് ധർമ്മം. ഞാൻ ധർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. നീ ജീവകാരുണ്യത്തെ പരമധർമ്മമായി കാണുന്നത് കൊണ്ട് അല്ലയോ ഉത്തമനായ യുധിഷ്ഠിര, നിന്റെ എല്ലാ സഹോദരങ്ങളും ജീവിക്കട്ടെ. അങ്ങയുടെ മഹാമനസ്കതയ്ക്ക് നന്ദി. ധീരാതിധീരന്മാരെ, ഒരു സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നത് പോലെ ഉണരൂ. അങ്ങൊരു യക്ഷനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങ് ആരാണെന്നുള്ള സത്യം വെളിപ്പെടുത്തിയാലും. അതെ, ഞാൻ യമധർമ്മൻ, നിന്റെ പിതാവ്. നിന്നെ പരീക്ഷിക്കാൻ വന്നതാണ്. നാം നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. ഇതാ ബ്രാഹ്മണന്റെ അരണിയും കടക്കോലും. നിങ്ങളുടെ അടുത്ത അജ്ഞാതവാസം വിരാട രാജധാനിയിലാവട്ടെ. എല്ലാ മംഗളങ്ങളും ഭവിക്കട്ടെ.